ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയരെ, ഈ ഡിസംബർ 25 വലിയ നന്മയുടെ ദിവസമായി, സന്തോഷത്തിൻ്റെ ദിവസമായി ലോകം കാണുകയാണ്. കാരണം ലോകത്തിൻ്റെ രക്ഷിതാവായ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനനമെടുത്ത ദിവസമായി നാം വിശ്വസിക്കുന്നു. ആയതിനാൽ എല്ലാവരെയും ക്രിസ്മസ് വിശ്വസുകൾ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലോട്ട് നമ്മൾ കടന്നു വരികയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് മുംബൈയിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയാണ് സ്പോൺസർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് പേര് വെളിപ്പെടുത്തുന്നില്ല. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ 2 മക്കളുടെയും അനുഗ്രഹത്തിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് മകളുടെ പൂർണ്ണ വിടുതലായിട്ട് ആ മകളുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് ഈ മാതാവ് വളരെ വേദനയോടാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. അവളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട്, അവൾ ഇന്നായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കുകയും അവളെ വിടുവിക്കുകയും ചെയ്യേണ്ടതിനായിട്ടും ദൈവം അവൾക്ക് വേണ്ടി നന്മ ചെയ്യേണ്ടതിനായിട്ടും എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നു. അതേപോലെ തൻ്റെ മകനെയും കൂടെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട്, തൻ്റെ മോൻ്റെ ജീവിതത്തിനകത്തും വലിയ നന്മകൾ വെളിപ്പെട്ട് വരേണ്ടതിനായിട്ടും പ്രിയ മാതാവിനും പിതാവിനുമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളും ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവർ മുഖാന്തരമാണ് ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിനകത്ത്, ആ മകളുടെ ജീവിതത്തിനകത്ത് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, കടക്കാരനല്ലാത്ത ദൈവം, സുവിശേഷത്തിൻ്റെ ശക്തി, ഗുഡ് ന്യൂസ് ആ മകളുടെ മേളിലേക്ക് വെളിപ്പെടാൻ പോവുകയാണ്. അത്ഭുതകരമായ മാറ്റം. കർത്താവെ, അങ്ങ് ആണിപ്പാടുള്ള കരം കൊണ്ട് സ്പർശിച്ചാൽ കുഷ്ഠരോഗികൾ സൗഖ്യമായി, വലിയ രോഗികൾ സൗഖ്യമായി ഞങ്ങൾ കാണുന്നു. 18 വർഷമായി കൂനിയായി നിന്ന ആ സ്ത്രീയെ യേശു സ്പർശിച്ചപ്പോൾ അവൾ ബന്ധനമഴിഞ്ഞ് സൗഖ്യമായി കാണുന്നു. ലാസറിൻ്റെ കല്ലറയുടെ വാതിൽക്കൽ ചെന്ന് ലാസറെ പുറത്തു വായെന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവിൻ്റെ അധികാരമുള്ള വാക്കിൽ മരിച്ച് നാറ്റം വെച്ച ലാസറിത പുതിയതായി പുറത്തു വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രിയസനായി പ്രാർത്ഥിക്കുന്നു. 2 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മകളുടെ ജീവിതത്തിൽ, ആ തലമുറയുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കണമേ. ഒറ്റപ്പെട്ടു പോയ, ആരുമില്ലെന്നൊക്കെ തോന്നുന്ന അനുഭവത്തിൽ നിന്ന് ആ മകൾ ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ടതിനായി, അത്ഭുതകരമായ വിടുതലിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മാനിക്കണമേ. ദൈവമേ, വിടുവിക്കണമേ. കർത്താവെ, സൗഖ്യമാക്കണമേ. ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മോളുടെ ജീവിതത്തിനകത്ത് വിടുതൽ നടന്നു എന്ന് പറയുവാനായിട്ട് കർത്താവെ, ഇന്നത്തെ ദിവസം ലോകം മുഴുവൻ സന്തോഷിക്കുന്നത് പോലെ ഈ വീട്ടിനകത്തും മഹാസന്തോഷത്തെ പകരണമേ. ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം കരുതണമേ. അയാളെ മകനെ അങ്ങനെ കരത്തിൽ ഏൽപ്പിക്കുന്നപ്പോൾ അവൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടുന്നു. വലിയ സമാധാനം, വലിയ സന്തോഷം വെളിപ്പെട്ട് വരണമേ. പ്രത്യേകിച്ച് മാതാവിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ വെളിപ്പെടണം, അത്ഭുതം വെളിപ്പെടണം. കർത്താവ് അത് ചെയ്യുന്നതിനായി നന്ദി. കർത്താവെ, ഒരു കുടുംബമായി ഞാൻ ഏൽപ്പിക്കുന്നു. ദൈവപ്രവൃത്തിയിലേക്ക് നടത്തണമേ. ജോലിക്ക് വേണ്ടി, സാമ്പത്തികമായ ഉയർച്ചയ്ക്കായി കർത്താവെ, ഇവരോട് അങ്ങ് കരുണ കാണിക്കുന്നതിനായി നന്ദി. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുവാൻ, നന്മ അനുഭവിക്കുവാൻ വീണ്ടും ഇടയാക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഈ സഭയ്ക്ക്, ഈ കുടുംബം ഒരു അനുഗ്രഹമാക്കണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച വലിയ വഴികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്നെ കേൾക്കുന്നവരെ, പ്രാർത്ഥനയോടെ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഈ വിശേഷ ദിവസം, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് ദിവസം, യേശു ജനിച്ചു എന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുന്ന ഈ ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഒരു സന്തോഷവും വലിയ സമാധാനവും ദൈവം പകരേണ്ടതിനായിട്ട്. കാരണം ഈ ഭൂമിയിൽ യേശു ജനിക്കുന്ന സമയത്ത് ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് വലിയ സമാധാനം. എന്നെ കേൾക്കുന്നവരെ, യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ സന്തോഷത്തെ പകരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ആ നിലയിൽ ഇന്നത്തെ ഈ എപ്പിസോഡ് ചിന്തിക്കുമ്പോൾ ആരംഭത്തിൽ തന്നെ വിളിച്ചു പറയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരാളും ലജ്ജിച്ചു പോകത്തില്ലെന്ന് റോമാലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവനെ കാത്തിരുന്ന ഒരാളും ലജ്ജിച്ചു പോകത്തില്ല. എന്നെ കേൾക്കുന്നവരെ, ലജ്ജിപ്പിക്കാത്ത, നമ്മെ ഒരിക്കലും കൈവിടാത്ത, ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത കർത്താവിൻ്റെ സ്നേഹം ഈ സമയത്ത് നിങ്ങളെ സ്പർശിക്കുവാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്കൊരു ചിന്ത തന്നത്, നമ്മൾ സൂചിയിൽ നൂലിടുന്ന സമയത്ത്, നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു, സൂചിയിൽ നൂലിടുന്ന സമയത്ത്
നമ്മൾ ഒരിക്കലും കണ്ണടച്ചോ അശ്രദ്ധപ്പെട്ടോ സൂചിയിൽ നൂലിടത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സൂചിയിൽ നൂലിടാൻ നോക്കുന്നവർക്ക് ഒരിക്കലും അത് സാധ്യമാകത്തില്ല. പ്രത്യേകിച്ച് ഒരു 40 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ വളരെ ഏകാഗ്രതയോടെ വളരെ ശ്രദ്ധയോടെ സൂചിക്കുഴിയിലേക്ക് നൂല് ഇടുവാൻ സാധിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്നവരെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത് ഇതേപോലെ വലിയവനായ ദൈവത്തിൽ നിന്ന് ഞാനും നിങ്ങളും എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നമുക്ക് വളരെ ഏകാഗ്രതയോടെ കർത്താവിൻ്റെ പാദപീഠത്തിലോട്ട് വളരെ ശ്രദ്ധയോടുകൂടെ അല്ലെങ്കിൽ ഹൃദയം നുറുക്കത്തോടെ നമുക്ക് അടുക്കാൻ പറ്റുമെങ്കിൽ ഈ ദിവസം നമ്മുടെ വിലാപം നൃത്തമാകും, നമ്മുടെ ദുഃഖം സന്തോഷമായി തീരും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നെന്ന് പറഞ്ഞാട്ടെ, വലിയ സന്തോഷം ദൈവം നിങ്ങളിലേക്ക് പകരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തും ദൈവം വലുത് ചെറുത് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എറണാകുളത്തൊരു കുഞ്ഞും അമ്മയും കൂടെ കടന്നു വന്നു. ആ സഹോദരി പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു, നിനക്ക് ഈ കുഞ്ഞ് ലഭിക്കുന്നത് അസാധ്യമാണ്. 7ാമത്തെ മാസത്തെ സ്കാനിങ്ങിലും അവളുടെ അകത്ത് കുഞ്ഞിൻ്റെ രൂപമില്ല. അല്ലെങ്കിൽ ഒരു മാംസകഷ്ണം പോലെ ഉരുണ്ട എന്തോ ഒന്ന് കിടക്കുന്നതായിട്ടാണ് ഡോക്ടർമാർ പറയുന്നത്. അറിയാം, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പേ ആ സാക്ഷ്യം കേൾക്കാൻ കഴിയും. എന്നാൽ ആ കുഞ്ഞുമായിട്ട് മാതാവ് നിൽക്കുമ്പോൾ 8ാമത്തെ മാസം ആ കുഞ്ഞിനെ അവരുടെ കയ്യിൽ ഹല്ലേലൂയ ഡോക്ടർമാർ കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് യാതൊരു കുറവില്ലായിരുന്നു. ഇച്ചിരി വെയിറ്റ് കുറവ് മാത്രമേ ഉള്ളായിരുന്നു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. നമ്മുടെ ഏത് സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്ന, നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന ദൈവം ഇന്നും ജീവിക്കുകയാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടെ ആണെങ്കിൽ ഈ വിശേഷ ദിവസം, ഒന്നുകൂടെ വിശേഷം എന്ന് പറയുന്നത് യേശു ജനിച്ചു എന്നുള്ള ആ ഓർമ്മ ദിവസം. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ യേശു ഈ ഭൂമിയിൽ ജനിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. വലിയവനായ ദൈവം സ്വർഗാദി സ്വർഗം വിട്ട് ഹല്ലേലൂയ താഴെ ഭൂമിയിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ കന്യകയുടെ ഉദരം കടമെടുത്തുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ വഴിയമ്പലത്തിൽ ഹല്ലേലൂയ ജനിക്കുവാൻ വ്യക്തമായ ഒരു സ്ഥലമില്ലാത്തടത്ത് അവൻ എനിക്കും നിങ്ങൾക്ക് വേണ്ടി രാജാതി രാജാവായവൻ കർത്താതി കർത്താവായവൻ ജനിച്ചു എങ്കിൽ ഈ സമയം നിങ്ങൾ വിശ്വസിക്കുക, അവൻ ജനിച്ചത് നിങ്ങൾക്കും എനിക്കും വേണ്ടിയാണ്. ഞാനൊരു പദം ആഴമായി വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്ര ദുഃഖത്തിലാണെങ്കിലും എത്ര തകർച്ചയിലാണെങ്കിലും ഇനി ഒരു വഴിയില്ലെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതുവരെയും തുറക്കാത്തത്, ഞാൻ എൻ്റെ അകത്ത് വെളിപ്പെടുന്ന ഒരു പ്രവചന ശബ്ദം ഞാൻ വിളിച്ചു പറയാം. നിൻ്റെ അസാധ്യത ദൈവത്തിൻ്റെ സാധ്യതകളാണ്. നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് തോന്നിയ അനുഭവങ്ങളുണ്ടോ? അതെൻ്റെ ദൈവത്തിൻ്റെ സാധ്യതകളാണ്. ഇസ്രായേൽ മക്കളോട് ചോദിച്ചാൽ അവർ വിളിച്ചു പറയും, ഞങ്ങളുടെ എല്ലാ മേഖലകളും അടഞ്ഞു, ഞങ്ങൾക്ക് മുമ്പിൽ വഴിയില്ല, ഞങ്ങൾക്ക് പിൻപിൽ വഴിയില്ല, എല്ലാം അടഞ്ഞതുപോലെ തോന്നുകയാണ്. ആ സമയത്ത് ഇതാ എൻ്റെ ദൈവം അവരെ നോക്കി വിളിച്ചു പറയുകയാണ്, ഇതാ സകലതും സാധ്യമാക്കുന്ന ദൈവം അവർക്ക് വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് ചെങ്കടലിൻ്റെ വഴിയെ തുറന്നു കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ചില മിനിറ്റുകൾ ഒന്ന് പ്രാർത്ഥനയോടെ എന്നെ ശ്രദ്ധിക്കണമേ. നിങ്ങളുടെ ജീവിതത്തിനകത്തും വലിയ മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. എങ്കിൽ ഇന്നത്തെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്കും 11-ാമത്തെ വാക്യത്തിലേക്കും നമ്മൾ കടന്നു വരുന്നു. ദൂതന്മാർ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. 11-ാമത്തെ വാക്യം, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ആഴം തിരിച്ചറിയണമെന്ന് ഓർപ്പിക്കുകയാണ്. മഹാസന്തോഷമാണ് ദൂതന്മാർ ഇതാ ഭൂമിയിൽ വന്ന് വിളിച്ചു പറയുന്നത്. മലാക്കി പ്രവചനവും മത്തായിയുടെ സുവിശേഷവും തമ്മിൽ 400 വർഷങ്ങളുടെ അന്തരമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വർഷങ്ങളുടെ ഗ്യാപ്പിനെ വിളിച്ചു കാണിക്കുന്നത് അന്ധകാര യുഗമെന്നാണ്. ഹല്ലേലൂയ. മനുഷ്യനോട് ദൈവം ഇടപെടാത്ത സമയം. ഹല്ലേലൂയ. പാപം നിറഞ്ഞ ഈ ലോകത്തിൽ തെല്ലപ്പെട്ട മനുഷ്യൻ്റെ ഇടയിൽ ഒരു ദൈവശബ്ദം വെളിപ്പെടാതെ നിൽക്കുമ്പോൾ, ഇനി ഒരു പ്രവാചകൻ ഈ ഭൂമിയിൽ വെളിപ്പെടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, ജനത്തോട് സംസാരിക്കുവാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടിതാ ദൂതന്മാരെ അയക്കുകയാണ്. ഇന്ന് ഈ ആരംഭത്തിൽ എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ ദൂത് വിളിച്ച് പറയുകയാണ്, നീ ഏത് പട്ടണത്തിൽ ഏത് സ്ഥലത്ത് ഇനി വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും എൻ്റെ ദൈവത്തിന് നിനക്കൊരു വഴി തുറക്കുവാൻ മനുഷ്യനെ ആവശ്യമില്ല. ഈ വിശേഷ ദിവസം അല്ലെങ്കിൽ യേശുവിൻ്റെ ജനന ദിവസം എന്ന് ലോകം കാണുന്ന ഈ ദിവസം ഇതാ ദൂതന്മാർ നിനക്ക് വേണ്ടി ചലിക്കുവാൻ പോകുന്നു. ഞാൻ ഈ എപ്പിസോഡിനകത്ത് സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് ഈ യേശുവിൻ്റെ ജനനത്തെ ഈ ഭൂമിയിൽ സ്വർഗം അറിയിക്കാൻ ഉത്തരവാദിത്തോടെ ദൈവം ഏൽപ്പിച്ചത് ദൂതന്മാരെയാണ്. എങ്കിൽ യേശു ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന ഈ ദിവസത്തിനകത്ത് നിങ്ങളുടെ ഭവനത്തിനകത്തും ദൂതന്മാർ ചലിക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തും ദൂതന്മാർ ഇറങ്ങി വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് സങ്കട
നഷ്ടപ്പെട്ടിരിക്കുന്ന, ജീവിതം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ഇതാ സന്തോഷത്തെ പകരുവാൻ, വലിയ ആനന്ദത്തെ പകരുവാൻ, ഇവിടെ വ്യക്തമായി വിളിച്ചു പറയുന്നത് മഹാസന്തോഷം പ്രസ്താവിക്കുവാനായിട്ട്. ഹല്ലേലൂയ. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സാധാരണ ഒരു സന്തോഷമല്ല. യേശുവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ വന്നത് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനായിട്ട്. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടാകാം, ജീവിതത്തിനകത്ത് ഒത്തിരി മേഖലകളിൽ വിഷമിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഈ ദിവസം നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യേശു ജനിച്ചത്, ദാവീദിന്റെ പട്ടണത്തിൽ ജനിക്കപ്പെട്ടത് നിങ്ങൾക്കായിട്ടാണെന്ന് ബൈബിൾ വ്യക്തമായി വിളിച്ചു പറയുന്നു. എനിക്ക് വേണ്ടിയാണ് അവൻ ജനിച്ചത്, മാനവകുലത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. ആ ജനനത്തിനകത്ത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ 1-2-3 പദങ്ങളുടെ ആഴമായി വിളിച്ചു പറയാൻ പോവുകയാണ്. നമ്മളിപ്പോൾ വായിച്ചത് 10-11 വാക്യങ്ങളാണ്. എന്നാൽ 8-9 വാക്യങ്ങളൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽക്കാത്ത് വെളിയിൽ പാർത്തിരുന്നു. 9-ാമത്തെ വാക്യം: അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി, അവർ ഭയപരിവശരായി തീർന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ ആട്ടിടയന്മാർ തങ്ങളുടെ ആടുകളെ മേയിച്ചു കൊണ്ട് നിൽക്കുന്ന ആ രാത്രിയിൽ ദൂതൻ അവരെ അടുക്കൽ വന്ന് പറയുകയാണ്: ഭൂമിയിൽ മഹാസന്തോഷം വെളിപ്പെടാൻ പോകുന്നു. ലോകത്തിൻ്റെ രക്ഷിതാവ് ക്രിസ്തു ഈ ഭൂമിയിൽ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞാട്ടെ, ഈ ദിവസം ദൂതന്മാരുടെ ചലനം ഉണ്ടാകാൻ പോവുകയാണ്. ഒന്നുകൂടെ ആഴം പറയുകയാണ്. ഹല്ലേലൂയ. മറിയുന്ന സ്ത്രീയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ, ആരും അറിയാത്ത ഒരു ചെറിയ ഭവനത്തിൽ ജനിക്കപ്പെട്ട ഒരു സ്ത്രീയെ ദൈവം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അവൾ ദാവീദിന്റെ ഗ്രഹത്തിലുള്ള യോസെഫുമായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട് കഴിയുമ്പോഴാണ്. അവളുടെ ജീവിതത്തിനകത്തൊരു പുതിയ തലം വെളിപ്പെടുമ്പോൾ, ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിന്റെ ഗ്രഹത്തിലാണ് യേശു ജനിക്കുന്നു എന്നുള്ളത് പ്രവചന ശബ്ദമാണ്. എന്ന് പറഞ്ഞാൽ കാലഘട്ടങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ദാവീദിന്റെ ഗ്രഹത്തിൽ ആരുമില്ലാതെ എല്ലാം നാശമായി, എല്ലാം അവസാനിക്കുമെന്ന് തോന്നുന്ന അനുഭവങ്ങൾ നിൽക്കുമ്പോൾ, ഇതാ യോസെഫിനെ ദൈവം കാണുന്നു. യോസെഫിന്റെ വിവാഹം നിശ്ചയം കഴിയുമ്പോൾ ഒരു സ്ത്രീയിലൂടെ സന്തതി ജനിക്കുകയും ആ സന്തതിയിലൂടെ ശത്രുവിൻ്റെ തലയെ തകർക്കുമെന്നുള്ള ഉൽപ്പത്തിയിലെ പ്രവചനം നിവർത്തീകരിക്കപ്പെടുകയും ചെയ്യുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യേശുവിൻ്റെ ജനനം പ്രവചന നിവർത്തീകരണമാണെങ്കിൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലവരുടെ ജീവിതത്തിനകത്തും വാഗ്ദത്തങ്ങൾ നിറവേറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തും വലിയ വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ സൗഖ്യത്തെ നിങ്ങൾ സ്വീകരിച്ചാട്ടെ. ഈ വിശേഷ ദിവസം മനുഷ്യനെ സഹായിക്കാൻ പറ്റാത്ത നിലകളിൽ നിൽക്കുന്നവർ അറിയാം, ഇനി ആർക്കും എൻ്റെ ജീവിതത്തിനകത്തൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോൾ അദൃശ്യ മണ്ഡലങ്ങളിൽ ചലിക്കുന്ന ദൂതന്മാർ ഇതാ സന്തോഷ വാർത്തയുമായി നിന്റെ അടുക്കലേക്ക് വരികയാണ്. വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് ദൂതൻ വന്നു നിന്ന് പറയുകയാണ്. ഗബ്രിയേൽ വന്നു നിന്ന് അവളോട് പറയുകയാണ്: കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്നെ കേൾക്കുന്നവരെ അറിയാം, ഭൂമിയിൽ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് ഒരാൾ വന്ന് വിളിച്ചു പറയുകയാണ്: നീ ഇപ്പോൾ ഗർഭിണിയാകാൻ പോവുകയാണ്, നിനക്ക് വിവാഹത്തിന് മുമ്പേ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബജീവിതം തകരുകയാണ്. ആ സ്ത്രീയുടെ ജീവിതത്തിനകത്ത് എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആരോടൊക്കെ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഇനി 1000 ദൂതന്മാർ വന്ന് ഒരു സ്ത്രീയോട് ഇത് പറഞ്ഞാലും അവൾ ഏറ്റെടുക്കാത്തിടത്തോളം കാലം അത് നിവർത്തീകരിക്കപ്പെടത്തില്ല. എന്നാൽ ഈ കന്യകയായ മറിയത്തോട് ദൂതൻ പറയുമ്പോൾ അവളിതാ ദൈവത്തിന് മുമ്പാകെ വിളിച്ചു പറയുന്നത്: ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നീ പറഞ്ഞതുപോലെ എന്നിൽ ഭവിക്കട്ടെ. നിങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടാലും ഒന്നുകൂടെ ദൈവരാജ്യത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക്, ആ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുമെങ്കിൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിൽക്കുന്ന പത്രോസിന്റെ പടകിൽ യേശു കയറിയിട്ട് ആഴത്തിൽ വലയിറക്കുക എന്ന് പറയുമ്പോൾ പത്രോസ് പറയുന്ന മറുപടി: നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ പോവുകയാണ്. കാരണം ഒരു സമർപ്പണമുണ്ടെങ്കിൽ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ മടക്കി കൊണ്ടുവരാൻ കഴിയും. ഇതാ കന്യകയായ സ്ത്രീ ദൂതന്റെ വാക്കിൽ സമർപ്പിക്കുകയാണ്. അറിയാം, ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അവിടെയാണ് അവളുടെ മേലിൽ കൃപ വർദ്ധിക്കുന്നത്. ഹല്ലേലൂയ. അവളെ നോക്കി ലോകങ്ങൾ, തലമുറകൾ വിളിച്ചു പറയാണ്: ഇവൾ ഭാഗ്യവതിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാനൊരു ആഴം വിളിച്ചു പറയുകയാണ്: ഈ ഭൂമിയിൽ യേശുവിനെ ജനിക്കുവാൻ മറിയെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ അവളെ സ്വർഗം വിളിച്ചത് അവൾ കൃപ ലഭിച്ചവളെന്നാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു: അവൻ്റെ നിറവിനാൽ നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാരമൊന്ന് ഉയർത്തിപ്പിടിച്ച് അറിയാം, നിങ്ങൾക്ക് ഈ സമയത്ത് യേശു ഈ ഭൂമിയിൽ മറിയുടെ ഗർഭത്തിലൂടെ ജനനമെടുത്തെങ്കിൽ അവൾക്ക് കൃപ ലഭിച്ചു. എന്നാൽ നിങ്ങൾ യേശുവിൽ ജനിച്ചവരാണ്, നിങ്ങൾ യേശുവിൽ വീണ്ടും ജനിച്ചവരാണ്. നിങ്ങൾക്ക് കൃപയല്ല, കൃപയ്ക്കു മേളിൽ കൃപ ലഭിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത പദവിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. കൃപയുടെ ആഴമെന്ന് പറയുന്നത് അർഹതയില്ലാത്തതിലേക്ക് നടക്കുക എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. യോഗ്യതയില്ലാത്തതിലേക്ക് നടത്തുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് ഈ വിശേഷ ദിവസം ഒന്ന് കണ്ണുകളൊക്കെ നടച്ച് നന്ദി പറയാൻ പറ്റുമോ? യേശുവിൽ വിശ്വസിച്ച, യേശുവിൽ വീണ്ടും ജനിച്ച ഓരോ ദൈവ പൈതലും തിരിച്ചറിയുക, ഞാൻ വലിയവനായ ദൈവത്തിൻ്റെ പൈതലായി തീർന്നിരിക്കുകയാണ്. ഞാൻ വലിയവനായ ദൈവത്തിൻ്റെ മകളും മകനുമായി തീർന്നിരിക്കുകയാണ്. ലോകത്ത് ആർക്കും തരാൻ പറ്റാത്ത വലിയ പദവിയും വലിയ ശ്രേഷ്ഠകരമായ ആ വിടുതലുമായിട്ട് അറിയാം എനിക്ക് നിത്യജീവൻ തന്ന, നിത്യമരണത്തിൽ നിന്ന് വീണ്ടെടുത്ത ആ വലിയവനായ ദൈവത്തെ ഒന്ന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ ഇതാ ദൂതന്മാരോട് ചേർന്നുകൊണ്ട് നിങ്ങൾക്കും മഹാസന്തോഷം അനുഭവിക്കാൻ കഴിയും. നിങ്ങൾക്കും നിത്യ സന്തോഷം അനുഭവിക്കാൻ കഴിയും. നിത്യമരണത്തിൽ നിന്ന് ഹല്ലേലൂയ ഇതാ എന്നെ വീണ്ടും ജനനത്തിലേക്ക് കൊണ്ടുവന്ന അവൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ ലഭിച്ച ആളാണ് ഞാൻ. ഹല്ലേലൂയ അർഹതയില്ലാത്ത പദവിയിലേക്ക് രാജാതി രാജാവിൻ്റെ മകനാണ് ഞാൻ. അറിയാം ആ പദവി എൻ്റെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ എനിക്കൊന്നറിയാം, ഞാൻ വാഴാൻ വിളിക്കപ്പെട്ടവനാണ്. ആദിമ മനുഷ്യൻ വാഴാൻ വിളിക്കപ്പെട്ട, സകലത്തിനു മുകളിൽ സന്തോഷത്തിലും വാഴ്ചയിലും ജീവിക്കേണ്ടവൻ വീഴ്ചയിൽ വരുമ്പോൾ ആ വീഴ്ത്തിവൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുന്നു, സ്ത്രീയിൽ നിന്ന് ഒരുവൻ ജനിക്കും, അവൻ നിന്റെ തലയെ തകർക്കും. ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയ എൻ്റെ മാനവകുലത്തെ അവനിലൂടെ ഞാൻ വീണ്ടെടുക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒറ്റ വാക്യം വായിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികം ജീവനിൽ വാഴും. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈതൽ ഇന്നു മുതൽ ജീവനിൽ വാഴാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോട് ഈ വിശേഷ ദിവസം, ഈ ക്രിസ്മസ് ദിവസം, യേശു ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന ഈ ദിവസം നിങ്ങളോട് വിളിച്ചു പറയുന്നു, മഹാസന്തോഷം. അർഹതയില്ലാത്ത ഒരു പദവി എനിക്ക് തന്ന ദൈവത്തെ നന്ദി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്ദി പറയുക. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. വലിയ അത്ഭുത സാക്ഷ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ 2020 തുടങ്ങി ഈ ചർച്ചിൽ വന്നുകൊണ്ടിരുന്നതാണ്. എനിക്ക് ക്യാൻസർ ആയിരുന്നു. 11 സർജറി കഴിഞ്ഞതാണ്. എനിക്ക് 2022 ഞാൻ ബ്രദറിൻ്റെ അടുത്ത് വന്നു. മകളുടെ കല്യാണത്തെക്കുറിച്ച് ആവശ്യപ്പെടുകയും അവളുടെ കല്യാണം മുന്നോട്ട് നടത്താനുള്ള സാമ്പത്തിക സഹായം എൻ്റെ കയ്യിലില്ലായിരുന്നു. ബ്രദറിനോട് 100 രൂപ പ്രാർത്ഥിച്ച് ഞാൻ കയ്യിൽ വാങ്ങിച്ചു. അവളുടെ വിവാഹം ഞങ്ങളുടെ ദേശത്ത് ഒരു വലിയ അനുഗ്രഹം പോലെയാണ് അവളുടെ വിവാഹം നടന്നത്. ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം എല്ലാ സഹായങ്ങളും ആവശ്യത്തിലേറെ. കാരണം ദേശക്കാർ പോലും അത്ഭുതപ്പെട്ടു പോയി. രോഗിയായിരുന്നിട്ട് പോലും ആ വീട്ടിൽ ഇത്രയും നല്ലൊരു വിവാഹം നടന്നതിന് ബ്രദർ പ്രാർത്ഥിച്ചു പറഞ്ഞു, ഒന്നിനും ഒരു വിഷമം വിചാരിക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2022 തന്നെ എൻ്റെ മകൾക്ക് പെട്ടെന്ന് വയ്യാതെയായി. അവൾക്ക് പാൻക്രിയാസ് അവളുടെ കംപ്ലൈൻ്റായി. 600 യൂണിറ്റ് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അവൾ നടക്കുകയൊന്നുമില്ലായിരുന്നു. എടുത്ത് ബാത്റൂമിലൊക്കെ കൊണ്ടുപോകണമായിരുന്നു. ആ സമയം ഡോക്ടർ പറഞ്ഞു അവൾക്ക് ഇനി കുഞ്ഞുങ്ങളുണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോട് സംസാരിച്ചു. അവർക്കും ഭയങ്കര ദേഷ്യമൊക്കെ ആയി. ഞാൻ പറഞ്ഞത് മനുഷ്യനല്ലേ, ദൈവമല്ലല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ തമ്പുരാൻ കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പറഞ്ഞു. എൻ്റെ സഹോദരി ബ്രദറെ വിളിച്ച് സംസാരിച്ചു. അവൾ പ്രഗ്നൻ്റായ സമയം തുടങ്ങി. ആ കുഞ്ഞിന് അംഗവൈകല്യമുണ്ട്. ആ കുഞ്ഞിനെ നമുക്ക് വേണ്ടെന്നുള്ളത് ഡോക്ടർമാരും ഇവരെ വീട്ടുകാരെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ യേശുവിനെയാണ് വിശ്വസിക്കുന്നത്. എൻ്റെ അപ്പൻ എന്നെ വിഷമിപ്പിക്കില്ല. എല്ലാം തികഞ്ഞൊരു കുഞ്ഞിന് എൻ്റെ മകൾക്ക് കൊടുക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വാസത്തോടുകൂടി പറഞ്ഞു. 7-ാം മാസം NT സ്കാൻ ചെയ്യുമ്പോൾ ഒരു ബോൾ മാത്രമായിരുന്നു അവളുടെ വയറ്റിൽ. കുഞ്ഞിൻ്റെ ഒരു രൂപം അവൾക്ക് കണ്ടിരുന്നില്ല. 7 പ്രാവശ്യം NT സ്കാൻ ചെയ്തു. 8ാമത്തെ പ്രാവശ്യം ഞാൻ ഡോക്ടറിൻ്റെ കാല് പിടിച്ചു. ഒരു പ്രാവശ്യം കൂടി സ്കാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ലിസി ഹോസ്പിറ്റലിലെ 8ാമത്തെ സ്കാനിങ്ങിൽ അവൻ്റെ ഒരു വിരൽ മാത്രം സ്കാനിങ്ങിൽ കാണാൻ പറ്റി. 7-ാം മാസം എൻ്റെ കുഞ്ഞ് ജനിച്ചു. അവന് 1 കിലോ വെയിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവന് 1.5 വയസ്സായി. 6 കിലോ വെയിറ്റായി. ഒന്നിനും ഡോക്ടർ പറയുന്ന ഒന്നും ഒരു കുറവില്ലാത്ത വിധം ബുദ്ധിയും അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകി. എനിക്ക് ദൈവം തന്ന കുഞ്ഞാണത്. കളയണമെന്ന് എല്ലാവരും, കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും വീട്ടുകാരും ഡോക്ടറും എല്ലാം ആവശ്യപ്പെട്ടിട്ടും ഞാൻ കേസ് കൊടുക്കുന്നവരെ ഡോക്ടറിൻ്റെയൊക്കെ അടുത്ത് വെല്ലുവിളിയോട് കൂടി നിർത്തി. എനിക്ക് ഈശോ തന്ന എൻ്റെ മകനാണത്. ഒന്നിനും ഒരു കുറവില്ലാതെ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവ് 7ാമത്തെ മാസത്തിലും പന്തിൻ്റെ രൂപത്തിലിരുന്ന ഒരു ഗോളം മാത്രമായിട്ടിരുന്ന കുഞ്ഞ് ഇന്ന് അതിശയത്തോടെ നമ്മുടെ നടുവിൽ നിൽക്കുകയാണ്.
ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞ്, വാസ്തവമായിട്ട് യേശു ജീവിക്കുന്നു. ഈ സാക്ഷ്യങ്ങൾ കാണുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ഇങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. മോക്കിങ്ങനെ സ്ഥിരമായിട്ടൊരു ജോലി കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഈ ഫെബ്രുവരി മാർച്ച് തൊട്ടാണ് ഞങ്ങൾ പോവാനുള്ള കടലാസുകളൊക്കെ ശരിയാക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ കടലാസ് ശരിയാക്കുവാണ്, 10 പൈസയില്ല പാസ്റ്ററെ എന്ന് പറഞ്ഞു. ഞങ്ങൾ വെറും 0 ആയിരുന്നു, ഒന്നുമില്ലായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അതിന് പാസ്റ്റർ പറഞ്ഞു, ദൈവം വഴി തുറക്കുമെന്ന് പറഞ്ഞു. വാക്ക് പറഞ്ഞവൻ വാക്ക് മാറാത്ത ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ ഒന്നും കൂടി ഉറപ്പിച്ച് വിശ്വസിക്കണം എല്ലാവരും. അതുപോലെ ഞങ്ങളെ ദൈവം ക്രമീകരിച്ചു. അതുപോലെ തന്നെ പാസ്റ്റർ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഡിസംബറിൽ നീ പോകുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഡിസംബറിൽ പോകാൻ പറ്റി. അതുപോലെ തന്നെ പാസ്റ്റർ ഇത്രയും കൂടി പറഞ്ഞു, നീ ഒരു നീല യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഒരു വാക്യം കൂടി കഴിഞ്ഞ നവംബറിൽ പറഞ്ഞിരുന്നു, ഇനി നമ്മൾ കാണില്ല, നമ്മളിനി കാണുന്നത് കുവൈറ്റിൽ വെച്ചായിരിക്കും എന്നും കൂടി പാസ്റ്റർ ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഇത്രയും ഞങ്ങൾ കരുണയോടെ കൃപയോടെ കാത്തുരക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ സമയത്ത് എത്ര പേർ അവരുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിക്കാൻ തയ്യാറാകും? അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ കയ്യിലോട്ട് ഈ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നതെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിനകത്ത് അസാധ്യതകളെ ദൈവം സാധ്യമാക്കും. അല്ലെങ്കിൽ കർത്താവ് ഒരു അത്ഭുത മന്ത്രിയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ് നടക്കാൻ പോകുന്നത്. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളുമായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഒരുമനപ്പെടുന്നിടത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമപ്പാ. അങ്ങയുടെ വലിയ കരം ഇപ്പോൾ അങ്ങയുടെ മക്കളെ തൊടുകയാണ്. അറിയാം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി, ഒരു വലിയ അത്ഭുതം ഇപ്പോൾ തന്നെ സംഭവിക്കുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ സേവിക്കുകയാണ്. അങ്ങയുടെ കരം ചലിക്കട്ടെ, അങ്ങയുടെ വലിയ കരം ചലിക്കട്ടെ കർത്താവേ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചുറ്റുമെതിരായിട്ട് ഇനി മുമ്പോട്ട് പോകത്തില്ലെന്ന് പറയുന്ന എതിരുകളെ ഇന്ന് രാത്രി കർത്താവേ, ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളെ അങ്ങ് സാധിപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരം ചലിക്കട്ടെ അപ്പ, അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ അപ്പ. അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി നന്ദി, വീര്യ പ്രവൃത്തികൾ നടക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. അടഞ്ഞ വാതിലുകൾ ഇപ്പോൾ തുറക്കട്ടെ അപ്പാ. അല്ലെങ്കിൽ ബാങ്കിലെ ആ പ്രശ്നങ്ങൾ തീരട്ടെ. ആ ജപ്തി നോട്ടീസുകൾ ഇപ്പോൾ അത്ഭുതകരമായ വഴികൾ അതിനകത്ത് തുറക്കട്ടെ അപ്പാ. ചില കണ്ണുനീരിനെ അങ്ങ് തുടയ്ക്കാൻ പോകുന്നതിനായി നന്ദി. കർത്താവേ, ഞങ്ങളുടെ കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രവർത്തികൾ വെളിപ്പെടുന്നതിനായി നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിശ്വാസം വെളിപ്പെടട്ടെ. അങ്ങയുടെ കരം ചലിക്കട്ടെ അപ്പാ. അങ്ങയുടെ വീര്യപ്രവർത്തികൾ ചലിക്കട്ടെ. പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങയുടെ അത്ഭുതം ചലിക്കുന്നതിനായി നന്ദി. കർത്താവേ, ഞാൻ ഒരുമിച്ച് എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ജോസ് എന്ന് പറയുന്ന ഒരു ബ്രദറിന് വേണ്ടി ഇപ്പോൾ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരികയാണ്. കർത്താവേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ സുനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി നടക്കട്ടെ അപ്പാ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തിന് വിനോദിന് വേണ്ടി അത്ഭുതകരമായ ദൈവപ്രവൃത്തി നടക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന സന്തോഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുതലുകൾ നടക്കട്ടെ അപ്പാ. ആ മകളുടെ ജീവിതത്തിൽ പുത്തൻ വഴികളെ അങ്ങ് തുറക്കണമേ അപ്പാ. ഹല്ലേലൂയ. ഭവന സംബന്ധമായി വല്ലാതെ ഭാരപ്പെടുന്ന, മുമ്പോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന 2 കുടുംബങ്ങളെ എന്നെ ശ്രദ്ധിക്കുന്നു. അവർക്ക് വേണ്ടി വിടുതലുകൾ നടക്കുകയാണ്. തലമുറയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എക്സാം എഴുതിയിട്ട് എത്ര പ്രാവശ്യം എഴുതിയിട്ടും കിട്ടാതെ നിൽക്കുന്ന ചില സൗകര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഇപ്പോൾ വിടുതലുകൾ സംഭവിക്കട്ടെ. ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നതിനായി നന്ദി. ആ വസ്തുവിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. കർത്താവെ, ആ കോടതി കേസിൽ നിന്ന് വരെ കർത്താവ് വിമുക്തരാക്കുന്നതിനായി നന്ദി. ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കർത്താവെ, അത്ഭുതകരമായ ചില മറുപടികൾ ഇവർക്ക് അനുകൂലമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. വീട്ടിനകത്ത് നിൽക്കുന്ന മദ്യപാന ശക്തി മാറിപ്പോകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. കർത്താവിൻ്റെ കരം വലുതായി ചലിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. വലുത് സംഭവിക്കുന്നതിനായി സ്തോത്രം. വിടുതൽ നടക്കുന്നതിനായി നന്ദി. കർത്താവെ, ഞങ്ങളുടെ കരം ചലിക്കുന്നതിനായി സ്തോത്രം. ഒരുമിച്ച് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമായിട്ട് ഹല്ലേലൂയ ഈ കാണുന്ന 811 നിങ്ങൾ വിളിച്ചാട്ടെ. ഹല്ലേലൂയ. വലിയ വാതിലുകൾ തുറക്കുന്ന ദിവസങ്ങളാണിത്. ഹല്ലേലൂയ. സാക്ഷ്യത്തിനായിട്ട് ഹല്ലേലൂയ 9072 എന്ന് കാണുന്ന ആ നമ്പർ വാട്സാപ്പ് നമ്പറാണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ, അത് വാട്സാപ്പ് നമ്പറാണ്. ഹല്ലേലൂയ. അതിനകത്തേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. വാട്സാപ്പിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ തന്നെ നിങ്ങൾക്ക് പ്രതികരിക്കും. ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തത ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ
കാണാൻ പോവുകയാണ്. അതേപോലെ തന്നെ അലിയ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യണം. എല്ലാ ദിവസവും നമുക്ക് ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കർത്താവ് നിങ്ങളെ കൂടുതൽ മാനിക്കട്ടെ. ഈ എപ്പിസോഡുകൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാനോ അല്ലെങ്കിൽ സഹായിക്കാനോ പറ്റുന്നവരുണ്ടെങ്കിൽ സഹായിക്കണമേ. കൊല്ലത്ത് സഭയോട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അനേകർക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ആരുമില്ലാത്ത സഹായമില്ലാത്തവർ കൊടുക്കുന്നു. നിങ്ങളെയും അതിനകത്തോട്ട് അല്ലെങ്കിൽ ഒരു ഭാഗവത്താകുവാൻ സഹായിക്കുവാൻ ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.